നിങ്ങൾക്ക് റെഡി ഓർ നോട്ട് പോലത്തെ പടങ്ങൾ ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ആക്ഷൻ, വയലൻസ് അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ് ദേ വിൽ കിൽ യു. 2026 അതായത് ഈ വർഷം ഇറങ്ങിയ സിനിമയാണ്. ഞാൻ ഈ പടത്തിൻ്റെ ജോണറോ അല്ലെങ്കിൽ ഈ പടത്തിനെക്കുറിച്ച് അധികം ഒന്നും അറിയാതെയാണ് സിനിമ കണ്ടത്. വെറുതെ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് കണ്ടാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ കിടിലൻ പടം. അതായത് ഞാൻ ഈ പടം തിയേറ്ററിലല്ല, OTT വന്നപ്പോൾ കണ്ടേ. തിയേറ്ററിൽ കാണാത്തതിൽ ഭയങ്കര മിസ്സായി പോയി. അത്രയും അടിപൊളി പടമാണ്. ലൈക്ക് ഞാൻ പറയാലോ, വെറും ആക്ഷൻ മൂവി മാത്രമായിരിക്കും എന്ന് വിചാരിച്ച് കണ്ടു തുടങ്ങിയ സിനിമയാണ്. പക്ഷേ അവസാനമായപ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത വേറൊരു ജോണറും കൂടി പടത്തിലേക്ക് കയറി വന്നു. അപ്പോൾ അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു എനിക്ക്. കാരണം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനത്തെ ടൈപ്പ് സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കുറച്ച് ഡാർക്ക് ടൈപ്പ് സാധനങ്ങളൊക്കെ. ആൻഡ് ഇറ്റ് വാസ് പൊളി, വൻ പൊളി പടം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ലൈക്ക് എന്താ പറയുക, ഒരു ലേഡി സെൻട്രിക് ക്യാരക്ടറാണ് നമ്മുടെ. ഇപ്പോൾ നായിക ഇതുപോലെ ആളുടെ അനിയത്തീനെ അന്വേഷിച്ച് പോകുന്നതാണ് ഒരു സ്ഥലത്തേക്ക്. പക്ഷേ അതൊരു നോർമൽ സ്ഥലമല്ല, അവിടെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒരൊറ്റ ലൊക്കേഷനിൽ നടക്കുന്ന കഥയാണ്. പടം തുടക്കി എനിക്ക് ഒരു 1.5 മണിക്കൂർ സംതിങ്, 1.25 മണിക്കൂർ എന്തോ പടം. ത്രൂ ഔട്ട് മീൻസ് തുടക്കം മുതൽ എൻഡ് വരെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മേക്കിംഗ് വേറൊരു വെറൈറ്റി ടൈപ്പ് സാധനമുണ്ട്. നമുക്കൊരു ഒരു ഒരു എന്താ പറയുക, നമ്മളെ പിടിച്ചിരുത്തുന്ന എന്തോ ഒരു മാജിക് സിനിമയ്ക്കാണെങ്കിൽ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കി. റെഡി ഓർ നോട്ട് അല്ലെങ്കിൽ അതുപോലത്തെ ആക്ഷൻ മൂവീസ് ഇഷ്ടമാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. കിട്ടില്ലെന്ന് വെച്ചാൽ കിടിലൻ പടമാണ്. പടത്തിൻ്റെ പേര് ദേ വിൽ കിൽ യു.